പാമ്പുകടിയേറ്റ് ചികിത്സയ്ക്കായി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിക്ക് ചികിത്സ നൽകുന്നതിൽ ആശുപത്രി അധികൃതർ അനാസ്ഥ കാട്ടിയതുമൂലം മരിക്കാനിടയായി എന്നാരോപിച്ച് കായംകുളം സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ മുബീർ എസ് ഓടനാട് ഉദ്ഘാടനം ചെയ്തു. പാമ്പുകടിയേറ്റ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് മരണമടയുകയും ചെയ്ത യുവതിക്ക് ചികിത്സ നൽകുന്നതിൽ ആശുപത്രി അധികൃതർ അനാസ്ഥ കാട്ടിയതായി സോഷ്യൽ ഫോറം ആരോപിച്ചു. അനാസ്ഥ സംഭവിച്ചതിലൂടെ മരണത്തിന് ഇടയൊരുക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ മുബീർ എസ് ഓടനാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു യുവതിയെ പാമ്പ് കടിച്ചു, ഒരു മനുഷ്യനെ പാമ്പ് കടിച്ചു എന്ന് ഹോസ്പിറ്റലിൽ വന്ന് പറഞ്ഞിട്ടും അതിന് മതിയായ ചികിത്സ ലഭിക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ള ഈ ഗവൺമെൻറ് ആശുപത്രി അതിലെ ഡോക്ടർമാരും കൊലപാതക ശ്രമമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള ഒരു സ്ഥാപനമാണ് കായംകുളം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി. എന്നാൽ ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ സൗകര്യങ്ങളും ഒരു PHCയിൽ ഉള്ളതുപോലെ സൗകര്യങ്ങൾ പോലും നമുക്ക് രോഗികൾക്ക് ലഭിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടാൻ കഴിയും. നമ്മുടെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് എളുപ്പം ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ഗവൺമെൻറ് ആശുപത്രികൾ. എന്നാൽ ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലേക്കും അതോടൊപ്പം ഇവിടെ നിയോഗിക്കുന്ന ഡെയിലി വേജ് പ്രകാരം നിയോഗിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫുകളുടെയും ഒക്കെ കാര്യങ്ങൾ പരിശോധിച്ചാൽ അനധികൃതമായി അതോടൊപ്പം തന്നെ മതിയായ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മതിയായ യോഗ്യതകളോ ഇല്ലാത്ത ആളുകളെ നിയമിച്ചുകൊണ്ട് ഭരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിലായി നടന്നിട്ടുള്ളത്. പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം കായംകുളത്ത് ഇപ്പോഴുമില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ആൻറ്റിവനം വന്നിട്ടുണ്ട്, എല്ലാ പാമ്പുകളുടെയും ആൻറ്റിവനം വന്നിട്ടില്ല. കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ എല്ലാ ടൈപ്പുള്ള പാമ്പുകളുടെയും ആൻറ്റിവനം എത്തിയിട്ടില്ല. കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഇപ്പോഴുമില്ല. അതിന് വെന്റിലേറ്റർ സംവിധാനമില്ല, അതിന് പ്രത്യേക ഡോക്ടറുമില്ല. ഇപ്പോഴും നമ്മൾ അപകടകരമായ അവസ്ഥയിലൂടെയാണ് ഈ ഗവൺമെൻറ് ആശുപത്രി കടന്നു പോകുന്നത്. അതേസമയം മാവേലിക്കര താലൂക്ക് ആശുപത്രിയുണ്ട്, ചെങ്ങന്നൂർ ആശുപത്രിയുണ്ട്. അത് ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപിച്ചതുകൊണ്ടാണ് അവർക്കൊക്കെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ലഭിച്ചത്. എന്തേ മാവേലിക്കര ഗവൺമെൻറ് ആശുപത്രിയേക്കാൾ ചെങ്ങന്നൂർ ഗവൺമെൻറ് ആശുപത്രിയേക്കാൾ ചരിത്രവും പ്രാധാന്യമുള്ള പഴക്കവുമുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രിയായിട്ടും നിലവിലുള്ള ജനപ്രതിനിധിയുടെ അനാസ്ഥ കാരണമാണ് ഈ ഗവൺമെൻറ് ആശുപത്രിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് എപ്പോഴും സമരം ചെയ്യേണ്ടി വരുന്നത്. സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ മായ വാസുദേവ്, അഡ്വക്കേറ്റ് ഇ സക്കീർ ഹുസൈൻ, സജീർ കുന്നുകണ്ടം, മക്ബൂൽ മുട്ടാണിശ്ശേരിൽ, NK മുജീബ്, നൌഫൽ ചെമ്പകപ്പള്ളി, വിശ്വരൂപൻ പുതുപ്പള്ളി, താഹ വൈദ്യൻ വീട്ടിൽ, TG ചന്ദ്രസേനൻ, NR അജയകുമാർ, ഫൈസൽ, റോസ അജയകുമാർ, സമദ് ഇരിക്കൽ, ദിലീപ് മുതുകുളം തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.